ഹായ് ഫ്രണ്ട്സ്, വെൽക്കം കൃഷ്ണഗിരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കണ്ടു നോക്കിയാലേ. ഹായ് ഫ്രണ്ട്സ്, ഒന്നോർക്കണം, ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറുവാൻ നമുക്ക് പാൻസ് പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് വെള്ളമുണ്ടോ അല്ലെങ്കിൽ കാവ്യ വസ്ത്രമോ ധരിച്ച് മാത്രമേ നമുക്ക് ആ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ. ധാരാളം മുണ്ടുകൾ പുറത്ത് കച്ചവടം നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് വാങ്ങി എടുത്തുകൊണ്ട് പോകാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങാം. അതാണ് അവിടുത്തെ ഒരു നിയമം. കുറച്ച് തുച്ഛമായിട്ടുള്ള പൈസയേ ഉള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ ഒരേ മുണ്ട് വാങ്ങി കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ദർശനത്തിന് കയറിയത്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വലിയൊരു ഹായ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് വെള്ളമുണ്ടെല്ലാം എടുത്ത് ചെന്നപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ഒരു രസകരമല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി. കാരണം നമ്മൾ ക്യൂ എല്ലാം നിന്ന് ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട് തന്നപ്പോഴേക്ക് പറയാനും പുറത്ത് പൊയ്ക്കോ, നിങ്ങൾ അടിയിൽ പാൻറ് ഇട്ടിട്ടുണ്ട്, അത് പാൻറ് മാറ്റിയതിന് ശേഷം വെള്ളമുണ്ട് മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞ് നമ്മളെ സെക്യൂരിറ്റി ഗാർഡ് പുറത്തിറക്കി ഇട്ടു. നമ്മളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ല, നമ്മൾ ആണുങ്ങൾ പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഏതായാലും ഒരു രസകരമായ അനുഭവമായിരുന്നു. നിങ്ങളും ഇതുപോലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യണം. വെൽക്കം കൃഷ്ണഗിരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ക്ഷേത്ര ദർശനം കാരണം അതിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല. മൊബൈൽ കയറ്റാനോ വീഡിയോ കയറ്റാനോ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് വിഷുവായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ദർശനമൊക്കെ കിട്ടി. നമ്മൾ നല്ലതുപോലെ ദർശനമെല്ലാം കഴിഞ്ഞു വന്നു. ഹാപ്പി വിഷു. അതെ.
നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്ത് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള കടയിൽ നിന്നും 1-2 ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി. അതായത് 2-3 കീ ചെയിൻ, പിന്നീട് ആ തുണിക്കടയിൽ നിന്നൊരു സെറ്റ് സാരി. അങ്ങനെ വിശുദ്ധമായിട്ട് ഭഗവാനെ കണ്ട് തൊഴുത് സന്തോഷത്തോടു കൂടി നമ്മൾ തിരികെ വന്നു. ഹായ് ഫ്രണ്ട്സ്, അടുത്ത യാത്ര തിരുവനന്തപുരം സൂവിലേക്കാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.